കഴിഞ്ഞ ദിവസം കൊച്ചിയിലുണ്ടായ ആസിഫ് അലിയിൽ നിന്നും ഉപഹാരം വാങ്ങുകയും അത് താല്പര്യമില്ലാത്ത രീതിയിൽ ദൃശ്യങ്ങൾ അങ്ങനെ കാണും. പിന്നീട് സംവിധായകൻ ജയരാജിനെ വിളിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഉപഹാരം സ്വീകരിക്കുന്ന ദൃശ്യങ്ങളാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നത്. അവിടെ എന്താ നടന്നത്? എനിക്ക് രണ്ടുപേരും ഒരുമിച്ച് തരണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹം. കാര്യം ഇത് നേരത്തെ ആൻറ്റോളജി കാണിക്കുമ്പോൾ ഞാൻ പോണത് തന്നെ MT സാറിൻ്റെ 90th ബർത്ത്ഡേ സെലിബ്രേഷൻ ആണ് എന്ന് അറിഞ്ഞുകൊണ്ടാണ്. കാര്യം 96 മുതൽ സാറുമായിട്ട് ഭയങ്കര കണക്റ്റഡാണ് ഞാൻ, MT സാറുമായിട്ട്. നാഷണൽ ലെവലിൽ പാട്ട് ചെയ്യുന്നത് ആദ്യം MT സാറ് ഡയറക്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ആ ഒരു ബന്ധമുണ്ട്, ആ ഒരു റിലേഷൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ പോണത്. അപ്പോൾ 3-4 തവണ എന്നെ വിളിക്കുകയും ചെയ്തു. അശ്വതി ആ ഒരു ഗ്യാങ് അവർ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മൊമെൻറ്റോ കാര്യങ്ങളൊന്നും അല്ല, ഇതിൻ്റെ ടൈറ്റിൽ റിലീസാണ് ആക്ച്വലി. ആ റിലീസ് എല്ലാവരും ഉണ്ട്, മമ്മൂക്കിയുണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഇതിലുള്ള ഇത് ആൻറ്റോളജി ആണല്ലോ. ഈ ആൻറ്റോളജിയിൽ എല്ലാവരുടെയും പിന്നെ ക്രൂസിനെ ഓരോ ഡയറക്ടേഴ്സിൻ്റെയും, ഇപ്പോൾ അതിൽ ജയരാജിയുടെ ക്രൂസാണ് എന്നെ വിളിക്കുന്നത്. അപ്പോൾ അതിൽ ഓരോ ഡയറക്ടേഴ്സിനെ വിളിക്കുമ്പോഴും മ്യൂസിക് കമ്പോസേഴ്സിനെ വിളിക്കുന്നുണ്ട്, അതിൽ മ്യൂസിക് കമ്പോസറിൻ്റെ പേര് വിളിക്കുന്നുണ്ട്, എല്ലാവരും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ജയരാജ് വിളിച്ചപ്പോൾ എൻ്റെ പേര് മിസ്സായിപ്പോയി. അതെങ്ങനെ മിസ്സായെന്ന് അറിയില്ല, മിസ്സായിപ്പോയി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് നാച്ചുറലി നമുക്ക് ഒന്ന് ഫീൽ ആകുമല്ലോ. എല്ലാവരും സ്റ്റേജിലേക്ക് കയറുന്നു, അപ്പോൾ ഞാനും കയറണ്ടല്ലേ എന്നുള്ളൊരു ചിന്ത അവിടെ വന്നു. ഓക്കെ, ലീവ് ഇറ്റ്. ഇങ്ങനെ നമ്മൾ എത്രയോ അനുഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് നമ്മൾ. ഓക്കെ, പോട്ടെ, സാരമില്ലെന്ന് വെച്ചു. അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു എനിക്ക് ട്രിവാൻഡ്രത്തേക്ക് വരണം, ഇന്ന് രാവിലെ വർക്കുണ്ട്, ട്രിവാൻഡ്രത്തേക്ക് എത്തണ്ട. അപ്പം ഞാൻ അശ്വതിയുടെ അടുത്ത് പറഞ്ഞു ഞാൻ പോകട്ടെ. അപ്പോൾ ഒരു കാര്യമുണ്ട്, തമാശ രൂപത്തിൽ പറഞ്ഞു, ജയരാജിയുടെ പടത്തിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നല്ലോ, ഞാനും കൂടെ വർക്ക് ചെയ്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ അയ്യോ സാറിനെ വിളിച്ചില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, വിട്ടുപോയതാണെന്ന് തോന്നുന്നു. സാരമില്ല, പോട്ടെ, സാരമില്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലല്ല സാറിന് മൊമെൻറ്റോ തന്നേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ആസിഫ് അലി അവിടെ നിന്ന് വിളിക്കുന്നു. അപ്പോഴേക്കും ചില ആൾക്കാർ, ഞാൻ സ്റ്റേജിലല്ല ഉള്ളത്, നിങ്ങളത് മനസ്സിലാക്കണം. ഞാൻ സ്റ്റേജിലല്ല. സ്റ്റേജിലാണെങ്കിൽ എനിക്ക് ആര് വരുന്നു കാണാൻ പറ്റും. ഇത് നിറച്ച ആൾക്കാരുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ നിന്ന് ആസിഫ് അലി ഓടി വരുന്നു. ആസിഫ് അലി എനിക്ക് മൊമെൻറ്റോ തരുന്നു, മൊമെൻറ്റോ ഞാൻ വാങ്ങിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹം വെച്ചാൽ ജയരാജ് ഇരിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഡയറക്ടറും കൂടെ നിൽക്കുന്നത് നല്ലതല്ലെന്ന് വെച്ചാൽ അദ്ദേഹത്തെ വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ച സമയത്ത് ആസിഫ് അലി വിളിക്കുന്ന സമയത്ത് ആസിഫ് അലി ഇത് തന്നിട്ട് ഡിസപ്പിയറായി. അവിടെ തന്നിട്ട് ആസിഫ് അലിക്ക് തോന്നി കാണും ചിലപ്പോൾ ആസിഫ് അലി ഞാൻ മൈൻഡ് ചെയ്തില്ല. അപ്പോൾ എൻ്റെ ആഗ്രഹം മനസ്സിലുള്ളത് ജയരാജും കൂടെ വരട്ടെ. അപ്പോൾ രണ്ടുപേരും വന്നിട്ട് പിന്നെ ആസിഫ് അലിയുമായിട്ട് നമുക്ക് മിങ്കിൾ ചെയ്യാന്നുള്ള രീതിയിൽ നമ്മളെത്രയോ അവാർഡ് വാങ്ങിച്ചതാണ്, അവാർഡ് സെറിമണി കണ്ടക്ട് ചെയ്തതാണ് ഞാൻ. ഇതാണ് സംഭവിച്ചവിടെ. അപ്പോൾ ആസിഫ് അലിക്ക് തോന്നി, അല്ലെങ്കിൽ ആസിഫ് അലി കണ്ടു നിൽക്കുന്ന രീതി തോന്നുന്നത് ഞാൻ ആസിഫ് അലിയെ മൈൻഡ് ചെയ്യാതെ പോയി എന്നാണ്. അതെനിക്ക് ഭയങ്കര വിഷമമുണ്ടാക്കിയിട്ടുണ്ട് സത്യത്തിൽ. ഐ ആം സോ സോറി. അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ, തോന്നുന്നവർക്ക് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ആം വെരി സോറി. അങ്ങനെ തോന്നാൻ പാടില്ല ഒരിക്കലും. ഞാൻ എല്ലാവരെയും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാ കലാകാരന്മാരും ഇഷ്ടപ്പെടുന്നതാണ്, എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളവർ എന്നെ ഇങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യം, ജനങ്ങൾക്ക് എന്നെ അറിയില്ലല്ലോ. ഞാനിങ്ങനെ കയറി കൂടുതൽ സംസാരിക്കുന്നില്ല, ഒരു കാര്യത്തിലും ഇടപെടുന്നില്ല, എല്ലാവരും സ്നേഹിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഒരു വർഗീയ രീതിയിലുള്ള ഒരു ചിന്താഗതി ഇവിടെ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. എനിക്കതേ പറയാനുള്ളൂ. ആസിഫ് അലിയുടെ അടുത്ത് ഞാൻ ഐ എം സോ സോറി ആസിഫ് അലി, അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഐ എം വെരി സോറി. ആസിഫ് അലിയെ നേരിട്ട് ഫോണിൽ വിളിച്ച് അങ്ങനെ ഒരു തെറ്റിദ്ധാരണയിൽ അത് ഒരു വ്യക്തത വരുത്താൻ ആലോചിക്കുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് ആസിഫ് അലി വിളിക്കണം. ആസിഫ് അലി വിളിച്ചിട്ട് എടുക്കണില്ല. ഞാൻ ട്രൈ ചെയ്തു, ആസിഫ് അലിയെ നമ്പർ എടുത്തില്ല. ഇതിപ്പോൾ വ്യാപകമായ വിമർശനം പല കോണുകളിൽ നിന്നായി ഉയർന്നു. താങ്കൾക്കെതിരെയുള്ള കടുത്ത വിമർശനങ്ങളാണ്. കാരണം ദൃശ്യങ്ങൾ കാണുമ്പോൾ, അവിടെയുള്ള സാഹചര്യത്തിന് പ്രത്യേക ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒന്നാമത് എൻ്റെ മുഖം എന്ന് പറഞ്ഞാൽ കുറച്ചൊരു രൂക്ഷമാണ്. അതുകൊണ്ട് ഞാൻ നാച്ചുറലി ഞാൻ ഒരു ഭയങ്കര ഒരു വെപ്രാള കക്ഷിയാണെന്നൊക്കെ തോന്നും കാണുമ്പോൾ. പക്ഷേ എൻ്റെ മനസ്സ് അങ്ങനെയല്ല, ഞാൻ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ആ ഒരു കാര്യം കൊണ്ടായിരിക്കാം തോന്നുന്നത്. പിന്നെ ഞാൻ ജയരാജി അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. കാര്യം അതിൽ ജയരാജിക്ക് പോലും എന്നെ വിളിച്ച് സ്റ്റേജിലേക്ക് കയറ്റാൻ തോന്നിയില്ലല്ലോ എന്നൊരു മനസ്സിലെ വിഷമം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ആസിഫ് അലി വന്നു, അതുകൊണ്ടായിരിക്കണം കേട്ടോ, തീർച്ചയായിട്ടും. കാര്യം ആ സമയത്ത് എന്നെ അങ്ങോട്ട് ജയരാജ് പോലും വിളിച്ചില്ലല്ലോ.
ജയരാജിക്ക് വിളിക്കുക, ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്തല്ലേ ഈ പടം. അപ്പോൾ ജയരാജ് എങ്ങനെ വിട്ടുപോയി എന്നെ? അപ്പോൾ ആസിഫ് അലി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു രണ്ടുപേരും വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ചെറിയൊരു മൂമെൻ്റ് അല്ല, ചെറിയ നിമിഷമല്ലേ അത്. വലിയൊരു പടമാണല്ലോ. അതെ. ഭാഗമായി നിന്ന ഒരാളെന്നുള്ള നിലയിൽ പിന്നെ ആ ചടങ്ങിൽ രമേശ് നാരായണനെ പോലെ ഏറ്റവും പ്രശസ്തനായ ഒരു സംഗീതജ്ഞനെ അത് ബോധപൂർവ്വം എന്തെങ്കിലും തരത്തിൽ ഒരു മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നതായി ഫീൽ ചെയ്തിട്ടുണ്ടോ? എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. എന്തുകൊണ്ട് എന്നെ മാറ്റണം, അത്രയേ ഉള്ളൂ. അത് ബോധപൂർവ്വമായിരിക്കില്ല, അറിയാതെ പറ്റിപ്പോയതായിരിക്കാം. അറിയാതെ പറ്റിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്നെപ്പോലെ ഒരു സംഗീത സംവിധായകനെ അവിടുന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവിടുന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല ആർക്കും. ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പിന്നെ ഇതിന് പിന്നെ എന്നെ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ ആർക്കും. സംവിധായകൻ ജയരാജിൻ്റെ കയ്യിൽ നിന്നും ആ ഒരു ഉപഹാരം ഏറ്റുവാങ്ങണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചതുകൊണ്ട് അദ്ദേഹം ഉള്ള സ്ഥലത്ത് വേണ്ടേ എനിക്ക്? അദ്ദേഹം കൂടെ വേണ്ടേ? ഞാനും എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്ത പടമാണത്. ഈ ഇവിടുന്ന് എൻ്റെ സ്റ്റുഡിയോ ഒന്ന് ചെയ്തതാണ്. എത്രയോ ദിവസങ്ങൾ അദ്ദേഹം ഇവിടെയായിരുന്നു. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്തൊരു പടം നമ്മൾ ഒരു മൊമെൻ്റ് അതിന് കിട്ടുമ്പോൾ അദ്ദേഹം കൂടെ, അതുകൊണ്ടാണ് അദ്ദേഹത്തെ വിളിച്ചത് ഞാൻ. അപ്പോൾ ആസിഫ് അലി തന്നു. ആസിഫ് അലി ഐ എം സോ ഹാപ്പി. ആസിഫ് അലി തരുമ്പോഴെനിക്ക് ഭയങ്കര സന്തോഷമേ ഉള്ളൂ. അപ്പോൾ ആസിഫ് അലിയുടെ അടുത്ത് വാങ്ങിച്ചു. ഇത് തന്നു കഴിഞ്ഞ് പിന്നെ ഞാൻ ജയരാജനെ വിടുമ്പോൾ ആസിഫ് അലി അവിടെ ഇല്ല, പിക്ചറിൽ കാണാനില്ല. അതാണ് പ്രശ്നമായത്. അപ്പോൾ കാണുന്നവർക്ക് തോന്നുന്നു ആസിഫ് അലി അവിടുന്ന് ഞാൻ നെഗ്ലക്റ്റ് ചെയ്തു. ഞാൻ ആസിഫ് അലിയെ നെഗ്ലക്റ്റ് ചെയ്തു ഞാൻ എന്നല്ലേ തോന്നുന്നത് അത് കാണുമ്പോഴേ. അതാണ് സംഭവിച്ചത്. സംഭവത്തിന് ശേഷം സംഘാടകർ പറഞ്ഞു വിട്ടുപോയത് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറഞ്ഞു, പേര് വിട്ടുപോയത് ഒന്നും പറഞ്ഞിട്ടില്ല. ആസിഫ് അലി ഒരു പുതിയ നടനാണ്, വളർന്നു വരുന്ന നടനാണ്. പക്ഷേ ആസിഫ് അലി വലിയ നടൻ തന്നെയാണ്, വളർന്നു വന്നൊന്നുമല്ല. ഈസ് എ വെൽ നോൺ റെപ്യൂട്ടഡ് ആർട്ടിസ്റ്റാണ് അദ്ദേഹം, അല്ലേ? അതെ, വളർന്നവരെല്ലാവരും വളർന്നു വരികയല്ലേ കലയിൽ. ആരാണ് പൂർണ്ണനായിട്ടുള്ളത്? ആരും പൂർണ്ണനാകുന്നില്ല, എല്ലാവരും തന്നെ. നമ്മൾ വിചാരിക്കുന്നതല്ലേ ഉള്ളൂ. ആസിഫ് ഓൾസോ ഈസ് എ ബിഗ് ആർട്ടിസ്റ്റ്, നോ ഡൗട്ട്. എല്ലാവരും തന്നെ. അദ്ദേഹം എത്ര നല്ല റോൾസ് ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല നമുക്ക്.